നമുക്കൊന്നും അങ്ങനെ തിക്താനുഭവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാ വശങ്ങളിലും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതൊക്കെ. അതൊന്നും ആരും കണ്ടുപിടിക്കാത്തെന്താ? ആരും അങ്ങനെ ഒരു നമ്മളോട് പോയിട്ടൊരു സീനിയർ എന്ന രീതിയിൽ ഞങ്ങളോട് വന്നിട്ടൊന്നും ആരും തിക്താനുഭവം പറയുകയോ അവർക്ക് ഇങ്ങനെയാണ് ചേച്ചി ഇങ്ങനെയാണ് ചേച്ചി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പ്രതികരിക്കും. എൻ്റെ പൊന്നു മോനെ, എനിക്ക് ആമിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ പറട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 34 വർഷമായല്ലോ ഇൻഡസ്ട്രിയിൽ. നമുക്കൊന്നും അങ്ങനെ തിക്താനുഭവമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനൊന്ന് ഹീറോയിനായിട്ടൊന്നും വന്ന ഒരാളല്ല. ക്യാരക്ടർ റോൾ ചെയ്യാണ്, നല്ല നല്ല കമ്പനി ചെയ്തിട്ടുണ്ട്, നല്ല നല്ല ഹിറ്റ് മേക്കേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കൊക്കെ എല്ലാവരും എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, ചെറുതും എല്ലാ മേഖലയിലും ഉണ്ട്, മോശമായിട്ടും നല്ലതും എല്ലാ മേഖലയിലും ഉണ്ട്. പിന്നെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ കുറച്ച് ഇതൊരു ഗ്ലാമർ ഫീൽഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഇതങ്ങോട്ടേക്ക് ആൾക്കാർക്കൊരു എന്താ പറയുക, ഒരു സബ്ജക്റ്റാക്കി അങ്ങോട്ട് എടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം ഉണ്ടാവായിരിക്കാം, നമുക്കറിയില്ല. പിന്നെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും ഡീറ്റെയിൽസ് അറിയില്ല. ചോദിച്ചതല്ല, ഈ റിപ്പോർട്ടിലെ ഈ ആളുകളുടെ പേരെടുത്ത് പറയാത്തതുകൊണ്ട് പലരും അല്ല, അത് പറയണല്ലോ മോനെ. അതെ അതെ, അത് പറയുമായിരിക്കാം. എല്ലാവരും ഇപ്പം രഞ്ജിനി മാമൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ സംഗതി വരുമ്പോൾ അവസരം വരുമ്പോൾ നമ്മളത് പറയട്ടെ, പറയുന്നത് നല്ല കാര്യമല്ലേ, പറയട്ടെ. എന്തായാലും അമ്മ സംഘടന ഒരാഴ്ച കൊണ്ട് ഇത് പഠിച്ചിട്ട് അതിനെപ്പറ്റി പറയാമെന്നാണ് പറയുന്നത്. അപ്പം ഒരാഴ്ചയൊക്കെ ആവശ്യമുണ്ടോ? എനിക്കറിയില്ല മോനെ, അത് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒക്കെ അല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളൊക്കെ അതിലെ മെമ്പേഴ്സ് മാത്രമല്ലേ. അപ്പം എക്സിക്യൂട്ടീവിലാണെങ്കിൽ എനിക്കെന്തെങ്കിലും പറയാമായിരുന്നു, എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും ഒരു നല്ല രീതിയിൽ കൂടെ തന്നെ ഇത് പോകുള്ളൂ. അല്ല, ഞാൻ പറയട്ടെ, എല്ലാ വശങ്ങളിലും എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ ഇതൊക്കെ. അതൊന്നും ആരും കണ്ടുപിടിക്കാത്തെന്താ? എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് മോശമായ പരിപാടികൾ, എല്ലാ സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കുകയല്ലേ, സിനിമയുടെ പുറകെ തന്നെ പോകല്ലേ. സിനിമയിൽ ഒരുപാട് നന്മയുണ്ട്. സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ മുമ്പിലാണ് നമ്മൾ അഭിനയിക്കുന്നതും. ഒരുപാട് ആൾക്കാരുണ്ട്, ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്നും ഒരു ചീത്തത്തിലൊന്നും നടക്കില്ല. ഒക്കെ ഉണ്ടാവുന്ന സ്ഥലങ്ങൾ ഉണ്ടാവാതിരിക്കാം, പുതിയ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം പണ്ടൊക്കെ. പക്ഷെ എനിക്കൊന്നും, എൻ്റെ ഇത്രയും വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിലല്ലേ പറയാം. അങ്ങനെ കേരളത്തിൽ മാത്രമാണെന്ന് പറയുന്നത്, ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും ഇതിനേക്കാൾ കൂടുതൽ നടക്കുന്നുണ്ടാവും. ഉണ്ടാവായിരിക്കാം, അതിന്റെ പുറകെ ഒന്നും ആരും പോകാത്തോണ്ട്. ഇവിടെ പുറകെ പോകുന്നുണ്ടല്ലേ പ്രശ്നം. കേരളത്തിൽ എന്ത് നടക്കും എന്ന് തോന്നുന്നത് കൊണ്ട് മാത്രം കുറച്ച് വിഭാഗം ആൾക്കാരെ അത്രേ ഉള്ളൂ മോനെ. അതുകൊണ്ട് ഒക്കെ എല്ലാം വെളിവാവട്ടെ. സത്യങ്ങൾ എന്നായാലും പുറത്ത് വരില്ലേ. 40 ദിവസം കട്ട 41 എന്തെന്ന് കള്ളനെ പിടിക്കുന്നറിയാം അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ വരട്ടെ. അല്ലാണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാനൊക്കെ ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ ഒതുങ്ങി അഭിനയിച്ച് പോകുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താ പറയുക, വലിയ കാര്യങ്ങളിലൊന്നും ഇടപെടാത്ത ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് എന്നോട് ചോദിച്ചുകൊണ്ട് മാത്രമേ ഞാൻ ഇത്രയും സംസാരിച്ചു. പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു പരിധിവരെ കാസ്റ്റിംഗ് കൗച്ചും ആ ഒരു ഇതിലേക്ക് മാത്രം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചുരുക്കി കളയുന്നുണ്ട്. അതായത് ഇപ്പോൾ ചെറിയ ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അതിന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ അഭിനയിക്കുന്ന പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ആരും അങ്ങനെ ഒരു നമ്മളോട് പോയിട്ടൊരു സീനിയർ എന്ന രീതിയിൽ ഞങ്ങളോട് വന്നിട്ടൊന്നും ആരും തിക്താനുഭവം പറയുകയോ അവർക്ക് ഇങ്ങനെയാണ് ചേച്ചി ഇങ്ങനെയാണ് ചേച്ചി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ പ്രതികരിക്കും. എന്താ കാര്യം മോളെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവരെ കൂടെ നിൽക്കും. പക്ഷെ എനിക്കൊന്നും അങ്ങനെ ആരും വന്ന് നമ്മളോടൊന്നും സീനിയർ എന്ന രീതിയിൽ നമ്മളോടൊന്നും ഒരു പരിധിവരെ നിങ്ങളോട് സംസാരിക്കാനുള്ള പേടിയും ഒരിക്കലല്ല. നമ്മൾ നല്ല ഫ്രണ്ട്ലിയാ. ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളും അവരെ ഒപ്പം നിർത്തും. നമ്മുടെ വാ മോളെ വന്ന് നിൽക്ക്, കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതാണ്. പേടി മാറ്റും. അങ്ങനെ പേടിക്കേണ്ട ആവശ്യം എന്താ? നമ്മൾ സീനിയർ ജൂനിയർ എന്നൊന്നും പേടിക്കേണ്ട. അപ്പം ഞങ്ങളുടെ സീനിയേഴ്സ് വേറെ ഇല്ല, എത്ര പേരുണ്ട് കിടക്കുന്നുണ്ട്. ഞങ്ങൾ അവർ ജൂനിയർ അല്ലേ. അപ്പം ഞങ്ങളുടെ ജൂനിയർ പറയുമ്പോൾ ഞങ്ങൾ അവരോട് ഒരുപോലെ പെരുമാറുന്നത്. അങ്ങനെ ഒരു വകതിരിവൊന്നും ഒരു സെറ്റിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാണാത്തത് എനിക്ക് പറയാൻ പറ്റില്ല. കണ്ടെങ്കിൽ ഞാനിവിടുത്തെ അത് പറഞ്ഞാൽ WCCയിലെ അംഗങ്ങൾ പറയുന്നത് അവരുടെ ഒരു വിജയമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതും ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ തന്നെയല്ല വർഷങ്ങളായിട്ട്. അത് അവരുടെ വശം എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന്. അവർ പറയുന്നില്ല, ചിലപ്പോൾ കാര്യം ഉണ്ടാവാതിരിക്കുക, എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ അമ്മ മെമ്പേഴ്സാണ്. നമ്മൾക്ക് ഓക്കെ. അപ്പോൾ ഈ സിനിമയുടെ